ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. രാജി പ്രഖ്യാപിച്ചു സീതാരാമയ്യ, ഇനി DKയുടെ ഊഴം. കർണാടകയിൽ നേതൃമാറ്റം. 10 വർഷത്തിനിടെ പെൻഷൻ കിട്ടാത്ത പെരുന്നാൾ. പാർട്ടിയെ തൊട്ടുതീയായി പ്രവർത്തകർ. ED ഓഫീസ് മുന്നിൽ കാറുകൾ കത്തിച്ചു. ട്രെയിൻ തടഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് പ്രതികരിച്ചത് ഇങ്ങനെ. പിണറായി വിജയനെതിരായി ED വേട്ട ശക്തമായി അപലപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ശ്രീലങ്ക. 20 വർഷത്തെ ജയിൽവാസം ഒടുവിൽ അബ്ദുൾ റഹീം നാടണഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. 10 വർഷത്തിനിടെ പെൻഷൻ കിട്ടാത്ത പെരുന്നാൾ. 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനം. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വിശേഷ അവസരമായ ബക്രീദിന് പോലും പെൻഷൻ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. 25 മുതൽ പെൻഷൻ നൽകുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിൽ പണം എത്തിയില്ല. LDF സർക്കാരിന്റെ കാലത്ത് ഓണം, ക്രിസ്മസ്, ചെറിയ പെരുന്നാൾ തുടങ്ങിയ മലയാളികളുടെ എല്ലാ വിശേഷ അവസരങ്ങളിലും മുൻകൂറായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയിരുന്നു. കഴിഞ്ഞ വിഷുവിനടക്കം 2 മാസത്തെ പെൻഷൻ ആളുകളിൽ എത്തി. 18 മാസം ക്ഷേമ പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന്റെ തുടക്കമാണിതെന്നാണ് ആളുകൾ പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയവരാണ് നിലവിലുള്ള പെൻഷൻ പോലും കൃത്യമായി ആളുകളിൽ എത്തിക്കാത്തത്. പാർട്ടിയെ തൊട്ടുതീയായി പ്രവർത്തകർ. ആദായ നികുതി വകുപ്പ്, SFIO, ED, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്നീ 4 കേന്ദ്ര ഏജൻസികൾ വർഷങ്ങളായി തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും പിണറായി വിജയനെതിരെയോ മകൾ വീണയ്ക്കെതിരെയോ ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്ത കേസിലാണ് ബുധനാഴ്ചത്തെ റെയ്ഡ്. FIR പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കേസ് അന്വേഷിക്കാമെന്ന ചൊവ്വാഴ്ചത്തെ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ റെയ്ഡ് നടത്തിയത്. CMRL കമ്പനിയും വീണ വിജയന്റെ എക്സോലോജി കമ്പനിയും തമ്മിൽ നടന്ന സേവന ഇടപാടിന്റെ പേരിലാണ് കേസ്. 2019 CMRL കമ്പനിയിൽ നടന്ന ആദായ നികുതി പരിശോധനയിലാണ് തുടക്കം. CMRL കമ്പനി വരുമാനം കുറച്ചുകാട്ടി നികുതി ബാധ്യത ഒഴിവാക്കിയെന്നായിരുന്നു ആരോപണം. 135 കോടി രൂപയുടെ ചെലവാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതിൽ 1 കോടി രൂപയാണ് എക്സാലോജി 72 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന് കരാർ പ്രകാരം നൽകിയത്. എന്നാൽ 134 കോടിയുടെ ഇടപാടുകൾ വിട്ട് എക്സാലോജിക്കിന് നൽകിയത് 1,72 ലക്ഷം രൂപയെ സംബന്ധിച്ചാണ് കേസിന് രൂപം നൽകിയത്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിനു പിന്നാലെയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിൽ ED കടന്നുകയറ്റം. ഇതോടെയാണ് പ്രവർത്തകരാകെ ഇളകിയത്. 3 കേന്ദ്രങ്ങളിലും ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ഒരാഹ്വാനവുമില്ലാതെ പ്രവർത്തകർ ഒഴുകുകയായിരുന്നു. നേതാക്കൾ ഇടപെട്ടില്ലെങ്കിൽ ED ജീവനക്കാർ മുഴുവൻ പടമായേനെ. ED ഓഫീസ് മുന്നിൽ കാറുകൾ കത്തിച്ചു. ട്രെയിൻ തടഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് പ്രതികരിച്ചത് ഇങ്ങനെ. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ച് പ്രതിപക്ഷ കക്ഷി നേതാക്കളെ BJP വേട്ടയാടുമ്പോൾ മൗനം പാലിക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികരിച്ചത് പ്രകാരം നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോൾ രാജ്യമെമ്പാടും അക്രമം അഴിച്ചുവിടുകയായിരുന്നു കോൺഗ്രസ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിൽ ED കടന്നുകയറിയതിൽ സന്തോഷിക്കുകയും പിന്നാലെയുണ്ടായ പ്രതിഷേധങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. 2022 ജൂലൈ 21 സോണിയെ ഡൽഹി ED ഓഫീസിൽ 3 മണിക്കൂർ ചോദ്യം ചെയ്തത്. സോണിയുടെ വസതി മുതൽ ED ഓഫീസ് വരെ വൻ സുരക്ഷയായിരുന്നു പോലീസ് ഒരുക്കിയത്. കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഡൽഹിയിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാർലമെന്റ് നടപടികളും ബഹിഷ്കരിച്ചു. തെരുവിൽ വ്യാപക അക്രമ സംഭവങ്ങളും അരങ്ങേറി. ബംഗളൂരു ശാന്തിനഗറിലെ ED ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു. തെലങ്കാനയിൽ സ്കൂട്ടർ അഗ്നിക്കിരയാക്കി. ഡൽഹിയിലും കേരളത്തിലും ട്രെയിനുകൾ തടഞ്ഞു. മുംബൈ, ഛത്തീസ്ഗഡ്, പാട്ന, നാഗ്പൂർ, ഡെറാഡൂൺ, ഗുവാഹത്തി, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രതിഷേധം അക്രശക്തമായിരുന്നു. സോണിയാഗാന്ധി ED ചോദ്യം ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളുടെ വാർത്തകൾ. ഇതേ വർഷം ജൂൺ 13 രാഹുൽ ഗാന്ധിയെയും ED ചോദ്യം ചെയ്തപ്പോൾ സമാനമായ ആക്രമണമാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത്. ഡൽഹിയിൽ 5 മണിക്കൂറോളം ഗതാഗതം തടഞ്ഞ് ജനത്തെ വലച്ചു. ED ആസ്ഥാനത്ത് പ്രകടനം നടത്തിയ മുതിർന്ന നേതാക്കളടക്കം അറസ്റ്റിലായിരുന്നു. സോണിയെ ED ചോദ്യം ചെയ്തതിൽ VD സതീശന്റെയും പിണറായി വിജയന്റെയും പ്രതികരണം. 2022 ജൂലൈ 22 ദേശാഭിമാനി പത്രവാർത്ത. കേരളത്തിൽ CPM നേതാക്കൾക്കെതിരായ നീക്കങ്ങൾക്ക് ED
പരവതാനി വിരിച്ചു കൊടുക്കുന്നതിൽ മുന്നിൽ നിന്ന സതീശന്റെ നിലപാട് അന്നേ വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ ED ചോദ്യം ചെയ്തപ്പോൾ CPM ഉള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിനെതിരെയാണ് പ്രതികരിച്ചത്. കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിനെതിരെ 14 പ്രതിപക്ഷ പാർട്ടികളുടെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന തിരിച്ചറിവിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. പിണറായി വിജയനെതിരായ ED വേട്ട ശക്തമായി അപലപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ശ്രീലങ്ക. കൊളംബോ CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ വസതിയിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ രാഷ്ട്രീയ പ്രേരിത റെയ്ഡിനെ ശക്തമായി അപലപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ശ്രീലങ്ക. വലതുപക്ഷ ശക്തികളുടെ രാഷ്ട്രീയ പകപോക്കൽ നേരിടുന്ന പിണറായി വിജയനും CPM-നും കേരളത്തിലെ തൊഴിലാളി വർഗ കർഷക ജനവിഭാഗങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ശ്രീലങ്ക ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അന്താരാഷ്ട്ര വിഭാഗം ബുധനാഴ്ച പ്രസ്താവന പുറപ്പെടുവിച്ചു. കേരളത്തിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ജനകീയ നേതാവാണ് പിണറായി വിജയനെന്ന് പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ ജനപക്ഷ ബദൽ സാധ്യമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചവരാണ്. ഈ ജനകീയ ബദലിനെ അസഹിഷ്ണുതയോടെയാണ് വലതുപക്ഷ ശക്തികൾ നോക്കിക്കാണുന്നത്. അതിന്റെ പ്രതിഫലനമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഈ വേട്ടയാടൽ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇത്തരം ഭീഷണികൾ കൊണ്ടോ വേട്ടയാടൽ കൊണ്ടോ ഇടതുപക്ഷത്തെ നിശബ്ദാക്കാൻ കഴിയില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ശ്രീലങ്ക വ്യക്തമാക്കി. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തിന്റെ ചെങ്കൊടി കൂടുതൽ ഉയരത്തിൽ പറക്കുന്നതിന് ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. 20 വർഷത്തെ ജയിൽവാസം, ഒടുവിൽ അബ്ദുറഹീം നാടടഞ്ഞു. റിയാദ് സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 വർഷം സൗദി അറേബ്യയിൽ തടവിൽ കഴിഞ്ഞ കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുറഹീം നാട്ടിൽ തിരിച്ചെത്തി. 20 വർഷത്തെ ജയിൽവാസം, അത്രയും കാലം നീണ്ട നിയമ പോരാട്ടം, എല്ലാ അനിശ്ചിതങ്ങൾക്കും ഒടുവിൽ സഹനത്തിന്റെയും സഹോദരത്തിന്റെയും ബലിപ്പെരുന്നാൾ ദിനത്തിൽ റഹീം നാടടഞ്ഞു. നിയമ നടപടികൾ പൂർത്തിയാക്കി സൗദി അറേബ്യൻ സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് IX 322 പുറപ്പെട്ട റഹീം വ്യാഴാഴ്ച രാവിലെ 7:32 കരിപ്പൂരിലെത്തി. വിമാനത്താവളത്തിൽ ബന്ധുക്കളും സഹായ സമിതി ഭാരവാഹികളും സ്വീകരിച്ചു. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും ഇതേ വിമാനത്തിൽ അനുഗമിച്ചു. 20 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് റഹീം ജയിൽ മോചിതനായത്. ബുധനാഴ്ച ഉച്ചയോടെ റഹീമിനെ ജയിലിൽ നിന്നും നാടുകടത്തൽ സെല്ലിലേക്ക് മാറ്റിയിരുന്നു. രാത്രിയോടെ വിമാനത്താവളത്തിൽ എത്തിച്ച് വിരലടയാളം രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാണ് വിമാനത്തിൽ കയറ്റിയത്. സൗദിയിൽ ബുധനാഴ്ച ബലിപ്പെരുന്നാൾ അവധിയായിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായത് മടക്കം വേഗത്തിലാക്കി. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ചത്. സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ അനസ് അൽ ഷാഹിരി മരിക്കാനിടയായ സംഭവത്തിൽ റഹീമിന്റെ വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി 2024 റദ്ദാക്കിയിരുന്നു. ദിയാനതം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചത് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത്. കുടുംബം ആവശ്യപ്പെട്ട ദിയാധനമായ 1.5 കോടി റിയാലിന്റെ ഏകദേശം 34 കോടി രൂപ ചെക്ക് ഉൾപ്പെടെ ഗവർണർ സാക്ഷ്യപ്പെടുത്തിയ കരാർ 2024 ജൂൺ 11 റിയാദ് ക്രിമിനൽ കോടതിയിൽ സമർപ്പിച്ചു. ഇതോടെ റഹീമിന്റെ മോചനത്തിനാവശ്യമായ നിർണായക കടമ്പ അവസാനിച്ചിരുന്നു. പിന്നീട് പൊതു അവകാശ നിയമപ്രകാരം റഹീം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റിയാദിലെ അപ്പീൽ കോടതി 20 വർഷം ശിക്ഷ വിധിച്ചു. ഈ വിധി സുപ്രീം കോടതി ശരിവെച്ചു. 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂർത്തിയായത്. ഇതിനു പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചന ഉത്തരവും ഫൈനൽ എക്സിറ്റും ലഭിച്ചത്. കർണാടക മുഖ്യമന്ത്രി പദവിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് സീതാരാമയ്യ. വ്യാഴാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കാവേരിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഒരുക്കിയ പ്രാതൽ വിരുന്നിലാണ് സീതാരാമയ്യ രാജി പ്രഖ്യാപിച്ചത്. സീതാരാമയ്യയുടെ വീട്ടിൽ വെച്ച് നടന്ന ഈ പ്രാതലിനെ അനൌദ്യോഗിക മന്ത്രിസഭാ യോഗമെന്നാണ് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. നിലവിൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉപേക്ഷിച്ച് DK ശിവകുമാറിന് പരിപൂർണ പിന്തുണ നൽകണം എന്നുകൂടി അദ്ദേഹം സഹമന്ത്രിമാരോടും പാർട്ടി പ്രവർത്തകരോടും ആവശ്യപ്പെട്ടതായാണ് വിവരം. DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഇനി ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ സീതാരാമയ്യ തയ്യാറായത്. എന്നാൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പടിയിറക്കം വേഗത്തിലാക്കാൻ വ്യാഴാഴ്ച ഗവർണർ താവർ ചന്ദ് ഗെഹ്ലോട്ടിനെ സന്ദർശിക്കാൻ അദ്ദേഹം സമയം തേടിയിട്ടുള്ളതായാണ് വിവരം. രാജി സമർപ്പിക്കാനാണിന്നതെയാണ് വിവരം. സീതാരാമയ്യ രാജിവെച്ചതോടെ വെള്ളിയാഴ്ച കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരും. ഇതിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവായി തിരഞ്ഞെടുക്കും. നടപടികൾക്ക്
മേൽനോട്ടം വഹിക്കാൻ കർണാടകത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ബുധനാഴ്ച ബംഗളൂരുവിലെത്തി. സംസ്ഥാനത്തെ സമുന്നത OBC നേതാവായ സീതാരാമയെ പിണക്കാതെ അദ്ദേഹം തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊരുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചൊവ്വാഴ്ച 6 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ തനിക്കാണ് ആകെയുള്ള 134-ൽ 100 MLA-മാരുടെയും പിന്തുണയെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തന്നെ തുടരാൻ അനുവദിക്കണമെന്നും സീതാരാമയ്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2.5 വർഷം കഴിഞ്ഞാൽ സ്ഥാനം മാറാമെന്ന ധാരണയുള്ളതിനാൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാതെ രാജിവെക്കണമെന്നാണ് ഖാർഗെ നിർദ്ദേശിച്ചതെന്ന് അറിയുന്നത്. ED റെയ്ഡ് മുട്ടുമടക്കുന്ന കോൺഗ്രസ് നേതാക്കളെ മാത്രമേ മോദി കണ്ടിട്ടുള്ളൂ. ഇടതുപക്ഷത്തിന്റെ ആർജവം അമിത്ഷായ്ക്ക് മനസ്സിലാകില്ല. M. സ്വരാജ്. കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന സംഘപരിവാർ സമീപനം അരങ്ങേറ്റം ലജ്ജാകരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ്. ED രാഷ്ട്രീയ വേട്ടയാടലിനെതിരെയുള്ള LDF പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ED എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോഴും മുട്ടുകുത്തി സംഘപരിവാറിന്റെ പാദസേവ ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളെ മാത്രമേ നരേന്ദ്രമോദിയും അമിത്ഷായും കണ്ടിട്ടുള്ളൂ. എന്നാൽ അവസാന ശ്വാസം വരെ വർഗീയതയ്ക്കെതിരെയും പൊരുതുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തോ പിണറായി വിജയന്റെ ആർജവമോ മനസ്സിലാക്കാൻ ഉത്തരേന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിയില്ലെന്ന് സ്വരാജ് ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന രീതി കോൺഗ്രസ് ഭരണകാലത്തു തന്നെ തുടങ്ങിയതാണെന്ന് സ്വരാജ് ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് ഭരണകാലത്ത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 55%. എന്നാൽ BJP അധികാരത്തിൽ വന്നതോടെ ഇത് 95%-ആയി വർദ്ധിച്ചു. കോൺഗ്രസ് തുടങ്ങിവെച്ച നറികേടുകൾക്ക് കൂടുതൽ അക്രമോത്സുകമായി BJP ഏറ്റെടുക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങൾ അതേപടി പിന്തുടരുന്ന BJP വേട്ടയാടലിലും അവരുടെ പാത തന്നെയാണ് സ്വീകരിക്കുന്നത്. അഴിമതി കേസിൽപ്പെട്ടാൽ EDയെ പേടിച്ച് നട്ടെല്ല് വളച്ച് BJP ഓഫീസിലേക്ക് ഓടിക്കയറുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ നിലപാട് കടുത്ത രാഷ്ട്രീയ അപക്വതയാണ്. രാജ്യത്തെ മതനിരപേക്ഷ കൂട്ടായ്മയായ ഇന്ത്യൻ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന നിലപാടാണ് കോൺഗ്രസ് ബംഗാളിലും കേരളത്തിലും സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസും റോബർട്ട് വാദ്രയുടെ ഭൂമി തട്ടിപ്പ് കേസും ഇപ്പോൾ ED എങ്ങുമെത്തിക്കാതെ മെല്ലെ പോക്കിലാണ്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ സംഘപരിവാറുമായി കോൺഗ്രസ് ഒത്തുതീർപ്പുണ്ടാക്കുകയാണെന്നും സ്വരാജ് ആരോപിച്ചു. നൃത്തമേളയ്ക്ക് കണ്ണൂരിലേക്ക് സ്വാഗതം. ഡാൻസ് ഫെസ്റ്റിവൽ ശനിയാഴ്ച. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ, APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ മെയ് 30-ന് മഹാത്മാഗാന്ധി മന്ദിരത്തിൽ നടക്കും. ജൂൺ മാസവും മത്സരം തുടരും. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, സിനിമാറ്റിക് ഡാൻസ്, നാടോടി നൃത്തം എന്നിവയിൽ മത്സരമുണ്ടാകും. ഗ്രൂപ്പിനത്തിൽ സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, നാടോടി നൃത്തം, കൈകൊട്ടിക്കളി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ മത്സരമുണ്ടാകും. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ മത്സരം കഴിഞ്ഞ ശേഷം കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിന് സമ്മാനം നൽകും. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9443732316, 9446944796, 9527793005, 9895963172 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പുകാവ് റോഡിലുള്ള ഓഫീസിലും സ്വീകരിക്കും. മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകുന്നു. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റവുമാണ് പുരസ്കാരം. ജില്ലാ പ്രാദേശിക ചരിത്രരചനയുടെ ഭാഗമായി ഡാൻസ് മ്യൂസിക് സ്കൂളുകളുടെ ചരിത്രവും തയ്യാറാക്കുന്നുണ്ട്. ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ സ്കൂളുകൾ മുഖേന ശേഖരിക്കുന്നതാണ്. ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. നമസ്കാരത്തിന് ശേഷം ബന്ധുക്കളെയും അയൽവീട്ടുകാരെയും സന്ദർശിക്കും. മടസാധ്യത മുൻനിർത്തി പ്രധാന കേന്ദ്രങ്ങളിലെ സമൂഹ ഈദ്ഗാഹ് ഒഴിവാക്കി. പള്ളികൾ, വീടുകൾ, കൂട്ടായ്മകൾ എന്നിവ വഴി ബലി ഇറച്ചി നൽകും. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായതിന്റെ ത്യാഗസ്മരണയ്ക്കാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മക്കയിൽ ഹജ്ജ് കർമ്മങ്ങൾ തുടരുകയാണ്. പരസ്യ ചിത്രീകരണത്തിലെത്തിയ മോഡൽ മുങ്ങി മരിച്ചു.
പെരുമ്പാവൂരിൽ പരസ്യ ചിത്രീകരണത്തിന് എത്തിയ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി ദിയാൻഷു ജോഷി 26 മരിച്ചത്. വെള്ളത്തിൽ ഇറങ്ങുന്നതിനിടയിൽ കാൽവഴുതി വീഴുകയായിരുന്നു. സേനയെ വിവരമറിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ അവിടെയെത്തി പാതാളക്കരണ്ടി ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയതിനിടയിൽ ആളെ ലഭിച്ചു. ഉടൻ തന്നെ പെരുമ്പാവൂരിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും ആൾ മരണപ്പെട്ടിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തുണിമില്ലിന്റെ പരസ്യ ചിത്രീകരണത്തിലാണ് പെരുമ്പാവൂരിൽ ദിയാൻഷു ഉൾപ്പെടുന്ന സംഘം എത്തിയത്. നാളെയാണ് ഷൂട്ടിംഗ് നിശ്ചയിച്ചത്. അതിനു മുന്നോടിയായി ലൊക്കേഷൻ കാണാൻ വന്ന സംഘത്തിൽ ഉൾപ്പെട്ട പ്രധാന മോഡലാണ് ദിയാൻഷു. ദില്ലി സ്വദേശികളായ 4 പേരും മലയാളികളും അടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിക്കാൻ എത്തിയത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ദിയാൻഷുവിനെ രക്ഷിക്കാനായില്ല. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് അമ്യൂസ്മെന്റ് പാർക്ക് റൈഡ് പൊട്ടി വീണ് അപകടം, 5 പേർക്ക് പരിക്ക്. അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡിലാണ് അപകടമുണ്ടായത്. മനോരഥി 54, മാലിനി 49, റോസ് 16, സീമണി 49, ശ്യാം ഡാനിയൽ 14 എന്നിവർക്കാണ് പരിക്കേറ്റത്. റൈഡിന്റെ വെൽഡിംഗ് പൊട്ടിയാണ് അപകട കാരണം. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പരിക്കേറ്റവർ ഒരു കുടുംബത്തിലെ ആളുകളാണെന്നാണ് പ്രാഥമിക വിവരം. തമിഴ്നാട് നാഗർകോവിൽ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. വിനോദസഞ്ചാരത്തിന് എത്തിയതായിരുന്നു കുടുംബം. അപകടം നടന്ന് മണിക്കൂറുകളോളം പാർക്കിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നും ആരോപണമുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രി എത്തിക്കാൻ സ്ഥാപനത്തിന്റെ വക ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ മീൻ അടുക്കുന്നത് പോലെയാണ് പരിക്കേറ്റവരെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റൈഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അധികാരികൾ ആരും എത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പാർക്ക് പ്രവർത്തിച്ചിരുന്നതെന്നും ഇവിടെ അപകടം തുറക്കേണ്ടതാണെന്നും നാട്ടുകാർ പറഞ്ഞു. മുൻപ് ഹാപ്പി ലാൻഡിന്റെ സ്വിമ്മിംഗ് പൂളിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു. നിലവിൽ അപകട സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.